ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറാണ്. പ്രമേഹം, അമിതവണ്ണം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം തുടങ്ങിയിട്ടുള്ള എല്ലാത്തിൻ്റെയും ആരംഭം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ട 6 ലക്ഷണങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിലൊന്ന്, എപ്പോഴും ഒരു ക്ഷീണം അല്ലെങ്കിൽ തളർച്ച, പ്രത്യേകിച്ചും ഭക്ഷണം കഴിച്ചതിന് ശേഷം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഊർജ്ജം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ ഒരു സ്ലീപ്പി ഫീലിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ വീണ്ടും കഴിക്കണം എന്ന് തോന്നുക. രണ്ടാമത്തത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്രേവിംഗ് ആണ്, പ്രത്യേകിച്ചും ഷുഗറി ഫുഡുകളോട്. അത് ചിലപ്പോൾ ചായ ആയിരിക്കാം, കോഫി ആയിരിക്കാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഷുഗറി ഫുഡ് തന്നെ ആയിരിക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഫ്യൂവൽ ഷോർട്ടേജ് ഫീൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, നമ്മളൊരു പക്ഷേ ഭക്ഷണ നിയന്ത്രണം ചെയ്യുന്നുണ്ടാവും, വ്യായാമം ചെയ്യുന്നുണ്ടാവും, പക്ഷേ ശരീരഭാരം കുറയുന്നില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇൻസുലിൻ ഒരു ഫാറ്റ് പ്രൊഡ്യൂസിങ് ഹോർമോണാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ശരീരഭാരം കുറയുന്നുണ്ട്, പക്ഷേ ബെല്ലി ഫാറ്റ് കുറയുന്നില്ല. നമ്മുടെ ശരീരത്തിലെ ഹൈ റിസ്ക് ഏരിയ ആയിട്ടുള്ള ബെല്ലി അല്ലെങ്കിൽ ലിവറിലൊക്കെ തന്നെ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഒരു രാത്രി 3-4 മണിക്ക് പെട്ടെന്നൊരു എവേക്കനിങ് അല്ലെങ്കിൽ പെട്ടെന്ന് ഉണരുന്ന ഒരു സ്വഭാവം ഉണ്ടാവാം. ഇതും ഒരു ഷുഗർ ക്രാഷ് മൂലമായിരിക്കാം. ചില ആൾക്കാരിൽ ഉണ്ടാകുന്ന ലക്ഷണം നെറ്റിയിലും കഴുത്തിലും ആംപിറ്റ്സിലും ഗ്രോയിൻ ഏരിയയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷനാണ്. ഒരു ഡാർക്ക് തിക്കായിട്ടുള്ള വെൽവെറ്റി ആയിട്ടുള്ള പാച്ചസ് പോലെ ഉണ്ടാവും. ഈ കണ്ടീഷനെ വിളിക്കുന്നത് അക്കാന്തോസിസ് നിഗ്രിക്കൻസ് എന്നാണ്. ഞാനീ പറഞ്ഞ 6 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ട സമയമായി കഴിഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്നാണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ല. ഫാസ്റ്റിംഗ് ഇൻസുലിൻ 5 to 7 മുകളിലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ലക്ഷണമാണ്. അതുപോലെ ടെസ്റ്റ് ചെയ്യേണ്ട മറ്റൊന്നാണ് HbA1c. HbA1c 5.6 മുകളിലാണ് എന്നുണ്ടെങ്കിൽ, HbA1c 5.6 മുകളിലും ഫാസ്റ്റിംഗ് ഇൻസുലിൻ 7 മുകളിലുമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു റെഡ് സിഗ്നലാണ്. നിങ്ങളുടെ വാഹനം ഒരടി മുന്നോട്ടെടുക്കരുത്. നിങ്ങളുടെ മെറ്റബോളിസത്തെ അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ട സമയമായി എന്നുള്ളതിൻ്റെ സൂചനയാണ്. പ്രമേഹം ഉണ്ടാകാനോ കൊളസ്ട്രോൾ കൂടാനോ ഫാറ്റി ലിവർ ആകാനോ കാത്തു നിൽക്കുന്നതിന് പകരം നിങ്ങളുടെ മെറ്റബോളിസത്തിൽ അടിയന്തരമായി ഇടപെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്.